بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് അല്ലാഹു തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയം, എങ്ങനെയാണ് ഇസ്ലാമിലെ ത്വലാഖെന്നും പിരിയുന്ന സമയത്ത് നൽകേണ്ട വിഭവങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു. അത് മഹർ നിശ്ചയിച്ച് അത് നിർണയിച്ച് എന്നിട്ട് പിരിയുന്നതാണെങ്കിലും നിർണയിക്കപ്പെടാത്ത നിലക്ക് വിവാഹത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ പിരിയുന്നതാണെങ്കിലും ഏതൊക്കെ തലത്തിലാണ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ് വരെ സൂചിപ്പിച്ചത്. ഇനിയും ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമസ്കാരവുമായി ബന്ധപ്പെട്ട്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. പിന്നീട് ആ വിഷയത്തിലേക്ക് തന്നെ വരും. 237 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തത്. ഇന്ന് 238 മുതലാണ് തുടങ്ങുന്നത്. പരിഭാഷയിൽ 381 പേജ് കണ്ടില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون. ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ തലാഖുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ആയത്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനിടയ്ക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. കേവലം വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ അത് ആ നിലയിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് 2 ഷഹാദത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേത് കാര്യങ്ങൾ പിന്നെന്താ പഠിക്കുന്നത്? നമസ്കാരമാണ്. അതിനെക്കുറിച്ചാണ്. അതിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രയോഗം സാധാരണ ആയത്തുകളിലൊക്കെ കാണൽ അഖീമുസ്സല നിസ്കാരം നിലനിർത്ത് എന്നുള്ള ആയത്തുകളാണ് കാണൽ. കൂടുതലും നിസ്കാരത്തെപ്പറ്റി അങ്ങനെയാണ് പറയുന്നത്.
പക്ഷെ ഇവിടെ വന്നത് എന്താണ്? ഹാഫിളു അലസ്വലാ, നിങ്ങൾ നമസ്കാരത്തെ ശരിക്കും സൂക്ഷിച്ച് കൊള്ളണം. കേവലം നിലനിർത്തിയാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കണം എന്നല്ല അള്ളാഹ് പറയൽ, നിസ്കാരം നിലനിർത്തണം, അതിലാണ് പണി. നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുമ്പോഴൊക്കെ, പിന്നെ എന്നാൽ നിസ്കാരം നിലനിർത്തലാണ് പണി. അതിനേക്കാളും അപൂർവമായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കാണുന്ന ആയത്താണ് ഹാഫിളു അലസ്വലാ, നിങ്ങൾ നിസ്കാരത്തെ എന്ത് ചെയ്യണേ? സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നിസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അത് ആ ക്രമപ്രകാരം തന്നെ നിസ്കരിക്കണം. ഇത് രണ്ടും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പലർക്കും അലംഭാവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നിലനിർത്തുക. പണ്ട് ഇൻ്റർവ്യൂവിന് ഒരു സിനിമാ നടൻ്റെ ആ ഭർത്താവിനെ കുറിച്ച് ആ ഭാര്യ പറഞ്ഞത്, അദ്ദേഹം തികച്ചും നല്ല ഭക്തിയൊക്കെ ഉള്ള ആളാണ്. കാരണം വെള്ളിയാഴ്ചയും പെരുന്നാളിനൊക്കെ എന്ത് ചെയ്യലുണ്ട്? നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അത് വലിയൊരു ഭക്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലേ? ചില ആൾക്കാർ എവിടുന്നോ കേട്ട് പഠിച്ചിട്ടുണ്ടാവും, 3 വെള്ളിയാഴ്ച അടുപ്പിച്ച് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് പേര് വിട്ടു. ഇപ്പോൾ 3-ൽ 1 തികക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ പല ആൾക്കാരുണ്ട്. പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അല്ല, നിസ്കാരം അത് എല്ലാ സമയത്തും നിലനിർത്തണം. എങ്ങനെ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ് എന്ത്? നിസ്കാരം. അതുകൊണ്ട് ഈ സന്ദർഭം ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. എല്ലാവരും പഠിച്ചോ, ഇസ്ലാമിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ളൊരു പണിയുമില്ല. ശരീരത്തിൽ നിന്ന് ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ബോധം പോയി, ബുദ്ധിയുണ്ട് അയാൾക്ക്, അത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ബാക്കി ഏത് സമയത്ത് നിസ്കരിക്കണം. ഖലാ എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഖലാ ഉണ്ടാകാൻ കഴിയൂല. കാരണം ഖലാ എന്നതുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് ഒരു ളുഹറിൻ്റെ പിന്നെ സുബഹി നിസ്കാരമൊക്കെ കുറേ കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കുക. ഇപ്പോൾ ളുഹർ വേറെ സമയത്ത് അതെല്ലാം ഉദ്ദേശിക്കുന്നത്. നാട്ടിലത്തെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാരൊക്കെ ളുഹറും അസറും മഗ്‌രിബും ഇശാ ഒക്കെ രാത്രി വീട്ടിൽ വന്നാൽ ഇശാൻ്റെ നേരത്തെ നിസ്കരിക്കും. അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നാട്ടിലുണ്ട്. ഇങ്ങനെ ഇസ്ലാമിലില്ല. ഉറങ്ങിപ്പോയാൽ ഉറങ്ങിപ്പോകുന്നതാ, അള്ളാഹുവാണ് ഉറക്കുന്നത്. ആ മനുഷ്യൻ്റെ ടൈം എപ്പോഴാണ്? ഉറങ്ങി എഴുന്നേറ്റാൽ. ഇപ്പോൾ ഒരാൾ എപ്പോഴും സുബഹിക്ക് നിൽക്കുന്ന മനുഷ്യനാണ്, പക്ഷെ ഒരു ദിവസം ഉറങ്ങിപ്പോയി, അയാളുടെ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? എഴുന്നേറ്റാൽ. അപ്പോൾ അയാൾക്കും ഖലാ ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾക്ക് നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ആ സമയത്ത് എന്ത് ചെയ്യണം? നിന്നിട്ട് നിസ്കരിക്കുക. പറ്റുന്നില്ലേ? ഇരുന്നോ. കഴിയുന്നില്ലേ? കിടന്ന് നിസ്കരിച്ചോ. നമ്മൾ ICUവിനുള്ളിലാണോ? അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഏത് അവസ്ഥയിലാണെങ്കിലും ശരീരത്തിൽ ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെയാണ് ഒരുപാട് മെഷീൻസൊക്കെ ഉണ്ട്. ബോധമുണ്ട് എന്ന് കൂട്ടിക്കോ. നിനക്ക് ഒന്നു വേണ്ട, ഒന്നു എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നു എടുത്താൽ മതി. ഇല്ല തയമ്മൂം ചെയ്തു, തയമ്മൂം ചെയ്യാനും പറ്റുന്നില്ല, കൈകളൊക്കെ ഒരുപാട് പ്രയാസത്തിലുള്ള, ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? നീ മനസ്സ് കരുതിയിട്ട് നിസ്കരിച്ചാൽ മതി. അതെങ്ങനെ? കിതാബം മൗഖൂത, ഓരോന്നിനും സമയമുണ്ട്. ഇതിന് നിനക്ക് ഓരോ നിസ്കാരവും സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. നീ ഒന്നുകിൽ നിന്റെ അടുത്ത ബന്ധപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിലുണ്ട്, നീ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലാണ്, എപ്പോഴും ഡോറ് തുറന്നാൽ നിന്നെ ആവശ്യം, നിന്റെ നമ്പറാണ് അവിടെ കോൺടാക്ട് കൊടുത്തത്, എപ്പോഴും നിന്നെ വിളിക്കും. ICUവിൻ്റെ പുറത്താണുള്ളത്. അതല്ലെങ്കിൽ നീ തന്നെ അസുഖമായിട്ട് കിടക്കുകയാണ്, ഓരോ സമയത്ത് നിസ്കരിക്കാൻ നിനക്ക് പറ്റുന്നില്ല, നീ പ്രയാസം അനുഭവിക്കുന്നു. നീ രോഗിയായിക്കൊണ്ടോ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടോ ഇനി വേറെ ആരെങ്കിലും രോഗിയായത് കൊണ്ടോ നീ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ശരിക്കും വാചകം ശ്രദ്ധിക്കണം. നിനക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന എന്ത് വന്നാലും 2 നേരത്തെ നിസ്കാരം നിനക്ക് ഏത് സമയത്ത് നിസ്കരിച്ചാൽ മതി? ഒരു നേരത്തിനാണ് ഇസ്ലാമിൽ ജംഅ എന്ന് പറയുന്നത്. ളുഹറും അസറും ഒന്നുകിൽ ളുഹറിൻ്റെ നേരത്ത് അല്ലെങ്കിൽ അസറിൻ്റെ നേരത്ത് നിസ്കരിക്കുക. മഗ്‌രിബും ഇശയും ഒന്നുകിൽ മഗ്‌രിബിൻ്റെ നേരത്ത് അല്ലെങ്കിൽ ഇശാൻ്റെ നേരത്ത്. ഉദാഹരണം, നമ്മളൊരു ICUവിൻ്റെ പുറത്താണുള്ളത്, എപ്പോഴും നമ്മളെ വിളിക്കും. ഇപ്പോൾ എല്ലാ സമയത്തും പള്ളിയിൽ പോയിട്ടോ റൂമിൽ പോയിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് 2 നേരത്തെ നിസ്കാരം എന്ത് ചെയ്യാം? ഒരു നേരത്തെ നിസ്കരിക്കാം. അവിടെ ചുരുക്കലില്ല, കൂട്ടിയില്ല. ഇത് നാട്ടിലാണെങ്കിൽ ഈ നിൽക്കൽ തന്നെ നമ്മുടെ നാട്ടിലല്ലാത്ത പുറത്താണ്, അഥവാ നമ്മുടെ നാട്ടിലല്ല പുറത്താണ്. എപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കേസ് ഇങ്ങനെ തിരിച്ചു വരിക നമുക്കറിയില്ല. അത്രയും സമയം നമ്മൾ യാത്രക്കാരൻ്റെ പരിഗണനയിലാണ്. അപ്പോൾ നമുക്ക് 4 റക്അത്തുള്ള നിസ്കാരം എന്തും ചെയ്യാം, ചുരുക്കുകയും ചെയ്യാം. അപ്പം കസറും കിട്ടും. അപ്പോൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ജമ്മുണ്ട് ഇസ്ലാമിൽ. യാത്രയിലാണെങ്കിൽ കസറുണ്ട്, യാത്രയിലാണെങ്കിൽ ജമ്മും ചെയ്യാം. അപ്പോൾ ജമ്മും കസറും ഒക്കെ ഉണ്ട്.
ഇനി നമ്മൾ പറഞ്ഞു നിന്നിട്ട് കഴിയുന്നില്ല, ഇരുന്നോ കടന്നോ മനസ്സ് കരുതിയിട്ടെങ്കിലും നീ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. യുദ്ധത്തിൽ കണ്ടില്ലേ, ശത്രു മുമ്പിലാകുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള നിയമമുണ്ട് ഇസ്ലാമിൽ. ശത്രു പിന്നിലാകുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം, അപ്പോഴൊക്കെ എങ്ങനെ നിസ്കരിക്കണം, നമുക്കിതൊന്നും ഇല്ലാതെ എങ്ങനെ ഒഴിവാക്കണം നമ്മളെ ചർച്ച. ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം. ശത്രു യുദ്ധം കൊടുമ്പിരിയുള്ള ഭയങ്കര യുദ്ധമാണ്. അപ്പോൾ ശത്രു മുമ്പിലും ബാക്കിലും മാത്രമല്ല ഏത് ഭാഗത്തും വെട്ടുകൊണ്ടേയിരിക്കുക. അപ്പോഴും നിസ്കാര സമയമായാൽ നിനക്ക് ഓടിക്കൊണ്ടും ചാടിക്കൊണ്ടും വെട്ടിക്കൊണ്ടും എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അപ്പോൾ ആ നിസ്കാരം എന്തിൻ്റെ ഉള്ളിലായിരിക്കും? ഖൽബിനുള്ളിലായിരിക്കും. ഇത്ര യുദ്ധസമയത്ത് പോലും എന്തൊഴിവാക്കാൻ പാടില്ല? നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രയാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് നിസ്കാരം നിലനിർത്തിയാൽ മാത്രം പോരാ, ഇത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനെന്നുള്ള ബോധത്തിൽ വേണം എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ. കാരണം എല്ലാ വഹിയും റസൂലുള്ളാഹിക്ക് കിട്ടിയത് ഭൂമിയിൽ ജിബ്രീൽ വന്നിട്ടാണ്. നിസ്കാരം കിട്ടിയത് ജിബ്രീൽ ഭൂമി കൊണ്ടുവന്നാണോ? അല്ല. എപ്പോഴാണ് നിസ്കാരം കിട്ടിയത്? ബാക്ക് പറഞ്ഞു നോക്കിയേ, ബാക്ക് ഭാഗത്ത് നിസ്കാരത്തിന്റെ വഹി എപ്പോഴാണ് കിട്ടിയത്? ബാക്കിൽ പറഞ്ഞിട്ടാണ്. എപ്പോഴാ? ബദർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണോ? എപ്പോഴായിട്ട്? മെഹറാജിന്റെ അന്നല്ലേ. നിസ്കാരം മെഹറാജിന് അള്ളാഹ് അങ്ങോട്ട് കൊണ്ടുപോയി. അള്ളാഹ് ഗസ്റ്റായിട്ട് വിളിച്ചു റസൂലുള്ളാഹിനെ. ഗസ്റ്റായിട്ട് വിളിച്ചപ്പം തിരിച്ചു വരുമ്പോൾ ഗസ്റ്റിന്റെ കൈ കൊടുത്ത സമ്മാനാണ് എന്ത്? നിസ്കാരം അല്ലെ. ഈ ഉമ്മത്തിന് കൊടുത്ത സമ്മാനം വേണ്ടിയില്ലായിരുന്നു അല്ലേ? അങ്ങനെ ആൾക്കാർ ചിന്തിക്കല് അല്ലെ. ഈ ഉമ്മത്തിന് കൊടുത്തൊരു ഗിഫ്റ്റാണ് നിസ്കാരം. 50 നേരം നിങ്ങൾക്കറിയാം അല്ലേ? മൂസാ നബി പറഞ്ഞു കഴിയൂല, പിന്നെയും പോയി ചുരുക്കി 5 മൂസാ നബി പറഞ്ഞു ഇനിയും പോയി നോക്കാം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഇനിക്ക് പോകാൻ നാണാണ് അള്ളാഹിൻ്റെ അടുത്തേക്ക്. അങ്ങനെ 5 ആ 5 കൊണ്ട് വന്നതാണ്. എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തില. എന്ത് പ്രശ്നം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാലും എന്താ ചെയ്യല്? നിസ്കരിക്കല. ആളുകൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം പറഞ്ഞു കൊടുക്കൽ എന്താണ്? നിസ്കാരം. അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നെ അസമയത്ത് അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടു റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ. എന്താ അബി ഉമാമ ഈ സമയത്ത് പള്ളിയിൽ? റസൂലേ കടം കൊണ്ട് ആൾക്കാരെ മുമ്പിലേക്ക് ഇറങ്ങാൻ വയ്യ, ദുഃഖം കൊണ്ട് വല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, അത്ര പ്രയാസം, കടമുണ്ട്. ഇപ്പം എന്താ പറഞ്ഞത്? നീ 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്, ഇത് പ്രാർത്ഥിക്ക്. അദ്ദേഹം പറഞ്ഞു ഞാനിത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ കടങ്ങളല്ല പോക്കി, എൻ്റെ ദുഃഖങ്ങളല്ല മാറ്റി തന്നു. അല്ലേ? ഇസ്ലാമിൽ നിസ്കാരം അത്ര വലിയൊരു പരിഹാരമാണ്. ഇസ്ലാമിൽ സൂര്യന് ഗ്രഹണം ബാധിച്ചു, ചന്ദ്രന് ഗ്രഹണം ബാധിച്ചു, എന്താ പരിഹാരം? നിസ്കാരമാണ്. നമ്മൾക്ക് ആകെ ബുദ്ധിമുട്ടാണ് മനസ്സിൽ. ഇപ്പം മകള് +2 ജയിച്ചു, SLC ജയിച്ചു, ഏത് കോളേജിൽ ചേർക്കണം, ആ ക്യാമ്പസ് ആണോ ഈ ക്യാമ്പസ്, കൺഫ്യൂഷൻ വരികയാണ്. എന്താ പരിഹാരം ഇസ്ലാമിൽ? സലാത്തുൽ ഇസ്തിഖാറ. അല്ലെ, മോൾക്ക് കല്യാണ അന്വേഷണം വന്നു, അല്ലെ മോന് വന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഇവിടെ ടെർമിനേഷൻ ലെറ്റർ കിട്ടി, 2 കമ്പനിയിൽ ജോലിയുണ്ട്, ഒന്നിൽ സാലറി കൂടുതലുണ്ട്, ഒന്നിൽ വേറെ അലവൻസ് കൂടുതലുണ്ട്, എന്താ പോകണം നമുക്ക് മനസ്സിലാകുന്നില്ലേ? സഹാബികൾ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെയായിരുന്നു ഞങ്ങളെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇസ്തിഖാറ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ, ഒരു കാര്യം ചൂസ് ചെയ്യാനുള്ള നിസ്കാരമാണ്. ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുകയാണ്, എന്തിനും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മൾ പലരോട് അഭിപ്രായം ചോദിക്കും, നീ നിസ്കരിക്ക്. ആ നിസ്കാരങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക എന്ന് തുടങ്ങുന്നൊരു ദുആയുണ്ട്. പക്ഷേ ഈ കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ്, ഞാൻ ചെയ്യുന്നത് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ ജീവിതത്തിലൊക്കെ ഹൈറാണെങ്കിൽ നീ എനിക്ക് താ. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ഷെറാണെങ്കിൽ, ഇവിടെ ഷെറ്, ആഖിറത്ത് ഷെറ്, എൻ്റെ ദുനിയാവിലും ജീവിതത്തിലൊക്കെ ഷെറാണെങ്കിൽ ആ ഷെറ് തന്നെ മാറ്റിത്താ. എന്ന് വെച്ചാൽ ഈ വണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി പോകുകയാണ്, ഇതെനിക്ക് ഹൈറാണെങ്കിൽ ആ ഹൈർ എനിക്ക് താ. ഇത് ഞാൻ എടുക്കുന്നത് എനിക്ക് ഷെറാണെങ്കിൽ ഈ ഷെറ് ആരും മാറ്റിത്താ റബ്ബേ, നീ മാറ്റിത്താ. എൻ്റെ മോളെ, എൻ്റെ മോനെ ഈ സ്ഥാപനത്തിൽ ചേർക്കാൻ വേണ്ടി പോകുക, ഷെറാണെങ്കിൽ ഷെറ് മാറ്റിത്താ. ഇതോടുകൂടി നമ്മളെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അത് ആരെ ഏൽപ്പിച്ചു? നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചു, തവക്കുൽ ചെയ്ത് ഏൽപ്പിച്ചു. ഇതിലും വലിയൊരു പരിഹാരം എന്താ? നമ്മൾ നാട്ടിലത്തെ 100 ആളോട് ചോദിക്കും, എന്നിട്ട് ആദ്യത്തെ ആളെടുത്ത് വന്ന് പിന്നെയും ചോദിക്കും ഇല്ലേ? നമുക്ക് പിന്നെ ടെൻഷനാ, വേണ്ടിയില്ലായിരുന്നു. അത് നേരെ മറിച്ചിട്ട് ഇസ്തിഖാറത്ത് ചെയ്തോ, അള്ളാഹിനെ ഏൽപ്പിച്ചു. അതിൻ്റെ എന്ത് നന്മ വന്നാലും ഖദ്ദറല്ലാ, എന്ത് പ്രയാസം വന്നാലും ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ട് ചെയ്തൊരു കാര്യമാണിത്, അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ഖൈർ പിന്നീട് കണ്ടിട്ടുണ്ടാകും, ഈ വിശ്വാസം ഉണ്ടാകും. അപ്പോൾ അതിലും പരിഹാരം ഇസ്ലാമിൽ എന്താണ്? നിസ്കാരമാണ് അല്ലേ? അപ്പോൾ കടം കൊണ്ട് വലഞ്ഞ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു, ഇസ്തിഹാറ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ സൂര്യചന്ദ്ര ഗ്രഹണ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. മഴയില്ല, പരിഹാരം എന്താണ്? നിസ്കാരമാണ്. നിങ്ങൾ നോക്കിയേ, ഈ നിസ്കാരം ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നിസ്കാരമെങ്കിൽ അള്ളാഹ് നമ്മളോടും പറയുന്നു വസ്തഈനു ബിസ്സബ്രി വസ്സലാ. അൽ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്
നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹിനോട് രക്ഷ തേടിക്കോ. നമുക്ക് അള്ളാഹിനോട് ആവശ്യങ്ങൾ വാങ്ങാൻ ഏറ്റവും വലിയ പരിഹാരം നിസ്കാരം. തെറ്റുകൾ ചെയ്തു, എന്താ ഇസ്ലാം പറയുന്നത്? 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്ത് അള്ളാഹ് തെറ്റെന്ത് കൊടുക്കും? പുറത്തു കൊടുക്കും അല്ലെ? അള്ളാഹിനോട് പറഞ്ഞു. ആ നിസ്കാരത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ആദ്യം ചെയ്യേണ്ടത് കൃത്യമായി നിലനിർത്തുക. ഒപ്പം നിസ്കരിക്കുന്നത് ഹാഫിളു, നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണേ നിസ്കാരം ശരിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നുള്ള ബോധമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? തീന്മേശയിൽ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ജമാഅത്തിന് പിന്നെ പോകേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഫുഡിന് പ്രാധാന്യം കൊടുത്തതാണോ? പിന്നെന്തായിരിക്കും? നിസ്കാരത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടേക്ക് മാറരുത്? ഇതിലേക്ക് മാറരുത്. നമ്മൾ നോമ്പോറിൻ്റെ ആവശ്യം, നോമ്പോറൊക്കെ നിങ്ങളും ചിന്തിച്ച് നോക്കിയേ, 1 കഴിഞ്ഞ് 2 വരാനിരിക്കുന്ന നോമ്പോറിനെ പറ്റിയൊക്കെ അല്ലേ? ഇതുപോലെ തന്നെ പിന്നെ നന്നായി മൂത്രയിക്കാൻ പ്രയാസപ്പെടുകയാണ് അല്ലേ? അവിടെ ക്യൂ കാണുന്നുണ്ട്. നേരെ സഫ് പോയി എന്നാൽ നിസ്കാരം കഴിയുന്നത് വരെ ശ്രദ്ധ മുഴുവൻ എന്തിലായിരിക്കും? ഈ പ്രയാസത്തിലായിരിക്കും. ഓൻ എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് ഒന്നും പാടില്ല. എത്രത്തോളം പാടില്ല? നിസ്കാരത്തിൽ ആളുകൾക്ക് അവൻ്റെ മനസ്സ് തെറ്റിക്കുന്ന അനുവദിച്ച കാര്യം പോലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ഉള്ളി തിന്നാൻ അനുവാദമുണ്ട് നമ്മൾക്ക്, ഹറാമാണ് ഉള്ളി തിന്നൽ, അനുവാദം ഉള്ളതാ. പക്ഷെ ആ ഉള്ളി തിന്നിട്ട് പള്ളിക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. അത് വൃത്തിയാക്കാതെ വേവിക്കാത്ത ഉള്ളി പച്ചയെ തിന്നിട്ട് ആ സ്മെല്ലും കൊണ്ട് പള്ളിയിലേക്ക് പോകരുത്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് മലക്കുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെ? അത് ചെയ്യരുത്. വെളുത്തുള്ളി പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ മൻ അക്കല സൗമ വൽ ബസല വൽ ഖുറാസ, ഓരോ ഉള്ളിനെ പറ്റി ഇങ്ങനെ പറയാണ്. ഫല യഖറുബന്ന മസ്ജിദ്, നമ്മുടെ പള്ളിക്ക് അടുത്ത് പോലും ചെയ്യരുത്. ഇഖാമത്ത് പള്ളിയിൽ വിളിക്കുമ്പോഴാണ് നമ്മൾ റോഡിൽ കൂടെ പോകുന്നത്. ഇഖാമത്ത് കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും വല തുസ്രിഉ, ഓടിച്ചാടി പള്ളിയിൽ പോകരുത്. ഫംഷു ഇലസ്സലാത്ത്, നിസ്കാരത്തിലേക്ക് എങ്ങനെ പോകണം? നടന്നിട്ട് പോകണം. എന്തിനാ നടന്നിട്ട് പോകണം? ഓടിപ്പോകരുത് എന്ന് പറഞ്ഞത്. ഈ ഓടിച്ചാടി കതച്ചു പോയാൽ ഈ നിസ്കാരത്തിലുള്ള ഭക്തിയും ഖുശൂവും കിട്ടൂല. അപ്പം അത്ര അടക്കവും ഒതുക്കവും വേണം പള്ളിയിലേക്ക് പോകുമ്പോൾ. നിസ്കരിക്കാൻ നിൽക്കുമ്പം പടച്ചവൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന എന്ന ബോധം വേണം. ഇതൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റും. എന്നിട്ടും നമ്മൾക്ക് ആൾക്കാർ പരാതി കിട്ടുന്നില്ല ഇഖ്ലാസ്. എന്താ വേണ്ടത്? ഇപ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ 19 ആൾക്കാർ ബസ്സിലുണ്ടെങ്കിൽ അൽഫാത്തിയുടെ അർത്ഥം അറിയുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ കൈ പൊന്തിക്കാൻ തന്നെ ആർക്കും പറ്റുന്നില്ല അല്ലേ? ഈ സദസ്സിൽ എത്ര ആൾക്കാർക്കുണ്ടാവും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന ആൾക്കാർ? നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഒന്നിൻ്റെ അർത്ഥം അറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾക്ക് ഇഖ്ലാസ് കിട്ടുക? അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? സുജൂദിൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഇടയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്നാണ് ഇപ്പോഴും ഇങ്ങനെ കേട്ടങ്ങ് പോകും. എന്നാൽ ഇത് പഠിക്കാൻ ഇഷ്ടംപോലെ ഫ്രീ ബുക്സുകളുണ്ട്, സൈറ്റുകളുണ്ട്. പഠിക്കാൻ ശ്രമിക്കുകയില്ല. ഒന്ന് അർത്ഥം പഠിച്ചാൽ ഓരോ വേർഡ് ബൈ വേർഡ് അർത്ഥം പഠിക്കണം എന്നല്ല, അങ്ങനെ അതെന്നെ പഠിക്കണം. നിങ്ങളോട് ഒരാശയെങ്കിലും ഞാൻ ചൊല്ലുന്നത് എന്താണെന്നുള്ളത് ഒരു ബോധമെങ്കിലും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഇന്നത് പ്രിയപ്പെട്ടവർ, നമ്മൾക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുക. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിൻ്റെ ഭക്തിയും നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ഒരാളിങ്ങനെ സ്വഹാബി ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്ക്. എല്ലാ സാഹിബുകളും നോക്കുകയാണ്. ഒരാൾ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നിസ്കരിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം പോയി നിസ്കരിച്ചു, വീണ്ടും വന്നു. അപ്പോഴും അദ്ദേഹത്തെ എന്ത് ചെയ്തു? മടക്കി. വീണ്ടും നിസ്കരിച്ചു, വീണ്ടും മടക്കി. 3 വട്ടം മടക്കിയപ്പോൾ സഹാബികളൊക്കെ ചോദിച്ചു, ഈ സഹാബി ചോദിച്ചു, റസൂലേ നിങ്ങൾ എന്നെ ഇനിയും മടക്കിയാൽ ഞാൻ ഇതുപോലെ തന്നെയാണ് നിസ്കരിക്കുക, എന്താ പ്രശ്നം? അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെ ഈ ഫാത്തിഹ സൂറത്ത് എന്നിട്ട് റുക്കൂ പോകുക, അവിടെ അടങ്ങി ഒതുങ്ങി താമസിക്കുക. എഴുത്തിദാലിലേക്ക് വാ, അവിടെ നിൽക്ക്. സുജൂദ് പോയി അവിടെ നിൽക്ക്. നിസ്കാരം ഈ കാക്ക രക്തം കൊത്തുന്നത് പോലെ, കോഴി അരിമണി കൊത്തുന്നത് പോലെ സ്പീഡിൽ ഇങ്ങനെ കൊത്തി കൊത്തി തീർക്കേണ്ടതല്ല. അതിൻ്റെ അകത്ത് തസ്ബീഹ് ഉണ്ട്, അതുപോലെ തന്നെ തഹ്ലീലുണ്ട്, ഒക്കെ ഉണ്ട്. ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശാന്തനായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ എന്നത് സൂചിപ്പിക്കുകയാണ്. എങ്കിലേ അള്ളാഹിൻ്റെ അടുത്ത് കാര്യമുള്ളൂ. കാരണം ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ സ്വലാത്തി, ആദ്യമായിട്ട് കർമ്മങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസമല്ല, കർമ്മങ്ങളെപ്പറ്റി പരലോകത്ത് ചോദിക്കും. അതിൽ ആദ്യത്തെ ചോദ്യം എന്തിനെ പറ്റിയായിരിക്കും? നിസ്കാരമാണ്. നിസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള ഏത് ക്വസ്റ്റ്യൻസും രക്ഷപ്പെട്ടു. നിസ്കാരത്തിന്റെ ചോദ്യത്തിൽ പരാജയപ്പെട്ടു, ഫഖദ് ഖാബ വഖസിറ, അവൻ നശിച്ചുപോയി. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരോടും പറയേണ്ടതാണ്, സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കഫീൽ സമയം തന്നില്ല, ജോലിക്ക് സമയം തന്നില്ല എന്ന് വേറെ സ്ഥലത്ത് പോലെ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്തിരിക്കണം.
പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് തന്നെ വേണം, സ്ത്രീകൾ സാധിക്കുമെങ്കിൽ പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. ആരാണെങ്കിലും അഫ്ളലായ കർമ്മം പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അസ്വലാ ലി അവ്വലി വഖ്തി, അതിൻ്റെ ആ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ സമയത്തിന് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. മുനാഫിക്കിന്റെ സ്വഭാവമാണ് ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കാരത്തിൽ നിന്ന് ഇങ്ങനെ മടിയന്മാരായിട്ടാണ് നിൽക്കുക അല്ലേ. എന്നിട്ട് പറയും പിന്നെ അവര് പിന്നെ യുറാഊന നാസ്, ആൾക്കാരെ കാണിക്കാനാണ് നിസ്കരിക്കുന്നത്. ഒരാൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉദാഹരണം പറയേണ്ട ആവശ്യം, ഈ സ്റ്റേജിൽ നിന്ന് ഒരുപാട് ഉദാഹരണം പറഞ്ഞതാ. ആരും ഇല്ലാത്തപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടാ നമ്മളങ്ങനെ ഇമാമായി പോയാൽ പിന്നെ 10 മിനിറ്റ് തീർക്കാൻ മടിയായിരിക്കും. ഇപ്പോൾ റുക്കൂന്ന് എണീക്കാനായോ, സുജൂദ് എഴുന്നേൽക്കാനായോ എന്നിട്ട് ഇയാൾ എന്താ വിചാരിക്കുക, അപ്പോൾ ഇങ്ങനെ ഇഖ്ലാസ് വരികയും ചെയ്യും അല്ലെ. ഇത് ആൾക്കാരുടെ സ്വഭാവം. എന്നിട്ട് പറയും വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് അള്ളാഹിനെ ഓർക്കും നിസ്കാരത്തിൽ. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം എടുക്കേണ്ടത് സുന്നത്ത് നിസ്കാരത്തിനാണ്. പക്ഷെ നമ്മളെ സുന്നത്തിനാണോ സമയം അധികം, ഫർദിനാണോ അധികം? അതൊന്നും പറയാത്ത ഫർദിന് അല്ലേ. സുന്നത്തിനാ ശരിക്കും അധികം വേണ്ടത്. എല്ലാ ദുആയും ഫുള്ളായിട്ട് ചെയ്തിട്ട് അള്ളാഹിനോട് എക്സ്ട്രാ ചെയ്യാൻ നമ്മൾ സുന്നത്തിലാണ്. കാരണം ആരും ഫർലാവ് ഇമാം ഉണ്ടാവും കൂടെ, ഒപ്പം എഴുന്നേൽക്കണം. പക്ഷെ നമുക്ക് സുന്നത്തിന് ഏറ്റവും നല്ലൊരു മിനിറ്റ് മതി. അങ്ങനെയല്ല, നമ്മൾ പരമാവധി അധികരിപ്പിക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ആലസന്മാരായിക്കൊണ്ടെന്ന് വെച്ചാൽ ചൊല്ലേണ്ടത് കൃത്യമായിട്ട് ചൊല്ലൂല, സമയം പാലിക്കൂല, ഉറക്കം തൂങ്ങി ആകെ വെറുത്ത് എന്തിനോ വേണ്ടി പള്ളി കയറി, അള്ളാഹ്ക്ക് വേണ്ടി ആ നിലക്ക് പള്ളി കയറി നിസ്കരിക്കുന്ന ആൾക്കാരെ പോലെയുണ്ട്. അങ്ങനെയല്ല, നിസ്കാരം കൃത്യമായി സൂക്ഷിക്കുക. അതിന് നമ്മൾക്ക് ഭംഗം വരുത്തുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഭക്ഷണമാണ്, പ്രത്യേകിച്ച് റമദാൻ വരുന്നതുകൊണ്ട് പറയാണ്, നമ്മുടെ നിസ്കാരത്തിലെ ഖുശൂഇൽ ഏറ്റവും തടസ്സം നിൽക്കുന്ന ഒന്നെന്താണ്? ഭക്ഷണമാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ, നമ്മൾ നോമ്പോർക്കുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചു, ഒരു ഈത്തപ്പഴോ പിന്നെ വെള്ളമോ എന്തെങ്കിലും ചെറുതായിട്ട് ലേറ്റായിട്ടൊന്ന് ചെയ്തു, മഗ്‌രിബ് നിസ്കരിച്ചു, ഇശാഉം തറാവീഹ് നിസ്കരിച്ചു നോക്കിയാൽ നമുക്ക് നല്ല ഇഖ്ലാസ് കിട്ടും. നല്ല ക്ഷമ വേണമെന്നേ ഉള്ളൂ അല്ലേ. നേരെ വെച്ചിട്ട് വയറ് ഫുള്ളാക്കിയിട്ട് നിങ്ങൾ തറാവീക്ക് പോയേ സുജൂദൊന്നും എണീക്കാൻ തോന്നൂല അല്ലേ. അതെന്തോ ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം എന്താണ്? വയറാണ്. അതെല്ലാവരും സെയിമാണ്. പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ ഖുശൂഇന് തടസ്സം നിൽക്കുന്ന ഒന്നും പാടില്ല എന്ന് നടന്നിട്ട് തന്നെ പോകണം എന്ന് പോലും പറയുമ്പോൾ നമ്മളതിന് ഭംഗം വരുത്തുന്ന രീതിയിലാകരുത്. ഈ ക്ലാസ് കേൾക്കുന്ന ആണും പെണ്ണും നമ്മുടെ മക്കളും എല്ലാവരും നിസ്കാരം ശീലിക്കുന്ന, അതിൽ ടൈമിങ് പാലിക്കുന്ന, ഒപ്പം സൂക്ഷ്മതയും ഭക്തിയും പാലിക്കുന്ന ആളുകളായിട്ട് മാറണം. അത് അതിൻ്റെ മസ്അലകളെക്കുറിച്ചേക്കാൾ നമുക്കതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റണം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളായിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും നിസ്കാരം എനിക്ക് ഒഴിവാകൂല, അത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അത് ആദ്യത്തെ സഫിൽ പള്ളിയിൽ ഞാനെത്തും, ഒരു ജമാഅത്തും എനിക്ക് നഷ്ടപ്പെടൂല എന്നൊക്കെ പറയാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഹാഫിളു അല സ്വലാ, നിങ്ങൾ നിസ്കാരത്തെ എന്ത് ചെയ്യണേ? സൂക്ഷിക്കണേ. വസ്വലാത്തിൽ വുസ്ത, നിങ്ങൾ അതുപോലെ തന്നെ വുസ്ത, മദ്യം, വസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം. ഈ മദ്യ നിസ്കാരത്തെ സൂക്ഷിക്കണേ. അതിന് ഈ വുസ്തക്ക് പിന്നെ ശ്രേഷ്ഠമായത് എന്നുള്ള അർത്ഥമുണ്ട്, ഉന്നതമായ. പിന്നെ അതെന്ന് വെച്ചാൽ പിന്നെ പദവി കൂടുതലുള്ള. ഇപ്പോൾ ജന്നത്തുൽ ഫിർദൗസിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഫഇന്നഹു അഅലൽ ജന്ന വ ഔസതുഹ എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിന്റെ 100ാമത്തെ ദർജയില, അർശിന്റെ താഴെ. അതിനെപ്പറ്റി ഖുർആൻ ഹദീസ് പറഞ്ഞത് അതാണ് സ്വർഗത്തിന്റെ ഉന്നതിയിലും ഉത്തമമായതും. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. ഒന്നുകിൽ മധ്യമ നിസ്കാരം, അതല്ലെങ്കിൽ ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഈ നിസ്കാരം സുബഹിയാണോ അസുറാണോ എന്നതിൽ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അതല്ലെങ്കിൽ ഹദീസുകളിൽ മറ്റു ഹദീസുകളിലൊക്കെ ഹദീസുകളിൽ വന്ന പദപ്രയോഗങ്ങളോടും ശൈലിയോടും യോജിക്കുന്നതും അസർ നിസ്കാരമാണ്. മധ്യനിസ്കാരം എന്ന് പറഞ്ഞാലും അസർ തന്നെയാണ് യോജിക്കുക. ഇപ്പോൾ സുബഹി രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരമാണ്, ളുഹുറും രാവിലെയാണ് അല്ലേ, രാവിലത്തെ നിസ്കാരമാണല്ലോ. മഗ്‌രിബ് രാത്രിയാണ്, ഇശായും രാത്രിയാണ്. അതിൻ്റെ ഇടക്ക് വരുന്ന നിസ്കാരം ഏതാണ്? അസർ. ഈ രണ്ട് ഇപ്പുറം അതിൻ്റെ സെൻട്രലാണ് ഈ അസർ വരുന്നത്. അപ്പോൾ ഈ അസർ നിസ്കാരം പ്രത്യേകം സൂക്ഷിക്കണേ. അത് പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നമുക്ക് തന്നെ നല്ലോണം അറിയാം. ഒരു ഹദീസിലുള്ളത് മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാണ്? സുബഹി ഇശാ. വേറെ ഹദീസിൽ എന്തുണ്ട്? അസറ. ഇവിടെ പറയണ്ടല്ലോ, ഷിഫ്റ്റ് അല്ലേ, ളുഹർ കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് ഡ്യൂട്ടിയുള്ള ആൾക്കാർ കുറച്ച് ഈ തണുപ്പ് ഇങ്ങനെ കഴിയുമ്പോൾ ഒക്കെ വരും.
ഈ 2:45 പിന്നെ ഈ അസർ വരുമ്പോഴാണ്. ഉച്ചക്ക് ചോറ് തിന്ന് ഉറങ്ങിയാൽ അസർ പോകും, ഉറങ്ങിയില്ലെങ്കിൽ ഈ പിന്നെ ഡ്യൂട്ടി കണക്കാക്കിയിട്ടാണെങ്കിൽ അസർ പോകും, ഇല്ലെങ്കിൽ ഡ്യൂട്ടീൻ്റെ ടൈം തെറ്റിപ്പോകും. അസർ നിസ്കരിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങാൻ തീരെ ടൈമും ഉണ്ടാകില്ല. അങ്ങനെ കുടുങ്ങിപ്പോകുന്ന സമയമുണ്ട്. ഈ 4 മണിക്ക് അടുപ്പിക്കുമ്പോഴൊക്കെ കറക്റ്റ് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാർ പോലും ഈ ഉച്ചക്കത്തെ ഉറക്കത്തിൽ ഈ നിസ്കാരത്തെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ മുനാഫിക്കാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ആലോചിച്ചാൽ മതി. എനിക്ക് ഇശയാണോ സുബഹിയാണോ അസറാണോ ഏറ്റവും പ്രയാസം? എല്ലാവർക്കും മഗ്‌രിബ് കിട്ടുന്നുണ്ടാവും, അത് കറക്റ്റായിരിക്കും. പക്ഷെ ഈ നിസ്കാരം നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്തിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് കുറ്റം കിട്ടുന്ന പ്രായം, ഒരു പ്രായപൂർത്തി എത്തിയാൽ എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും 7 വയസ്സ് മുതലേ മക്കളെ ശീലിപ്പിക്കണം. 7 വയസ്സിന്റെ മുമ്പേ തന്നെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങും നിസ്കാരം. 7 വയസ്സായാൽ പ്രസ് ചെയ്യണം, 3 കൊല്ലം പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ അടിക്കണം. അടിക്കുന്ന സമയത്തും ഈ മക്കൾക്ക് എന്ത് കിട്ടുന്നില്ല? കുറ്റം കിട്ടുന്നില്ല. പിന്നെയും ടൈമുണ്ട്. അപ്പോഴത്തേക്ക് ശരിക്കും ശീലിപ്പിക്കുകയാണ് അല്ലേ? ഇത് നമ്മൾ രക്ഷിതാക്കൾ കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. അള്ളാഹ് പറയാണ്, വഖൂമു ലില്ലാഹി, വഖൂമു നിങ്ങൾ നിൽക്കണേ, ലില്ലാ അള്ളാഹ്ക്ക് വേണ്ടി, ഖാനിതീൻ ഭക്തിയുള്ളവരായിട്ട്, നല്ല ഖുശൂഉള്ളവരായിട്ട് എന്ത് ചെയ്യണേ? അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണേ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കുനൂത്ത് ഓതി നിൽക്കണേ എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന ആൾക്കാരുണ്ട്, അതില്ല. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖാനത്ത ഉദ്ദേശിക്കുന്നത് നല്ല ഭക്തിയോടുകൂടി ഖുശൂഅോടുകൂടി അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? നിസ്കാരത്തെ പറ്റി ഒന്നും ഉണ്ടാവൂല അല്ലേ? യെസ്, മാഷാ അല്ലാഹ്. നല്ല ചോദ്യമാണ്. ചില ആൾക്കാർ ഖുശൂഅോടുകൂടി നിൽക്കണം എന്ന് പറയുമ്പോൾ വാച്ച് നോക്കുന്ന കാണാം, മൊബൈൽ സൈലന്റ് ആക്കുന്ന കാണാം. ഒന്നും പാടില്ല, ഒരു കാര്യവും പാടില്ല. നിസ്കാരത്തിൽ എന്നാൽ ഈ വിശദീകരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഈ റസൂലുള്ളാഹിയുടെ കാലത്ത് മണലിലാണ് സുജൂദ് ചെയ്യുക. അപ്പോൾ നെറ്റിത്തടത്തിലൊക്കെ ഈ മണ്ണുകളൊക്കെ വരും. അതുപോലും ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തട്ടാൻ പാടില്ല. അത്യാവശ്യമാണ് റസൂൽ പറഞ്ഞത്, നീ ഒരു തടവിക്കോ, വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ. നമ്മൾ ഈ പെരുന്നാക്കൊക്കെ പോകുമ്പോൾ കളിക്കുന്ന ഓരോരുത്തർ കളി കാണണ്ടേ അല്ലേ? അത് ഈ നാട്ടിലൊക്കെ പോയാൽ കാണാം, മുണ്ടിങ്ങനെ ചുളിയുന്നത് പേടിച്ചിട്ട് ഇടയിലുള്ള ഇരുത്തം ശരിക്കിരിക്കാതെ അങ്ങനെ ഇരുന്നാൽ ചുളിഞ്ഞു പോവല്ലോ അല്ലേ? മുസല്ലയിൽ പോയി കഴിഞ്ഞാൽ വേറെ മോഡൽ. ആരെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവർ മടി കാണിക്കുന്നത്? അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ മടി കാണിക്കുന്നത്. എന്തൊക്കെ രീതിയിൽ. അതുപോലെ തന്നെ നിസ്കാരത്തിൽ കെട്ടിയാൽ നിസ്കാരത്തിൽ വന്ന് ഒറ്റന്ന് നിസ്കരിക്കും, എന്നിട്ട് കാണാം ഈ കൈയൊക്കെ താത്തുന്നു. അതുപോലെ തന്നെ ഈ വാച്ചൊക്കെ ഇങ്ങനെ കിട്ടുന്നു. ഇതൊന്നും പാടില്ല. മൊബൈല്, അത് നമ്മുടെ മൊബൈൽ സൈലന്റ് ആക്കാൻ മറന്നുപോയി. ആ സൈലന്റ് ആക്കാൻ മറന്നുപോയാൽ പെട്ടെന്ന് ബെല്ലടിയും പെട്ടെന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് ഓഫാക്കി വെച്ചേക്ക്. അത് അത്യാവശ്യമാണ്. അതല്ലാതെ നമ്മൾ അറിയാതെ അത് എല്ലാ സിനിമ മ്യൂസിക്കും അല്ലെ വേറെ എന്ത് മ്യൂസിക്കും പള്ളിയിൽ മുഴുവൻ കേൾക്കുന്ന രീതിയിലേക്ക് ഇതൊന്നും ഉണ്ടാക്കുക. അതല്ല, വേഗം എന്ത് ചെയ്യുക, സൈലന്റ് ആക്കി വെച്ചേക്കുക. അത് നമ്മൾ ആ നിലക്ക് ഒരു അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിസ്കാരത്തിൽ ഒരാൾ വീണ് നമുക്ക് പെട്ടെന്ന് അയാൾ ചെയ്യേണ്ടത് ആ സമയത്ത് എന്ത് ചെയ്യണം? അത് ആ നിലക്കാണ് അത്യാവശ്യം. അത് ആളുകൾക്ക് അറിയാലോ, ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നൊക്കെ എന്ത് ചെയ്യുക, ആ നിലക്ക് ചെയ്യാം. വളു നഷ്ടപ്പെട്ടു പോയി ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക, ആ സഫിൻ്റെ ഇടക്കൂട്ട് ഇങ്ങനെ പോകുക. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ചില ആൾക്ക് ധാരണ ഉണ്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് കൂടി ഇങ്ങനെ പോകരുത് എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ. ഈ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ എന്തിൻ്റെ മുമ്പ് കൂടി പോകരുതെന്നേ ഉള്ളൂ? ഇമാമിൻ്റെ മുമ്പ് കൂടി പോകരുതെന്നേ ഉള്ളൂ. ഇമാമിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മൂമിങ്ങൾ ആ സഫിൻ്റെ ഇടക്കൂട്ട് നടന്നു പോകുന്നത് കുഴപ്പമില്ല. കാരണം നമ്മുടെ മറ ആരാണ്? ഇമാമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ ഒരാളുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക, ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകാം. അത് ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിസ്കരിക്കും മുമ്പിൽ മറ വെക്കുകയാണ്. ഇതൊക്കെ നമ്മളെ ഖുശൂവിനെ ബാധിക്കുന്ന വിഷയമാണ്. മറ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകും. മറ വെച്ചാൽ അതിൻ്റെ ഇടക്കൂടെ എന്ത് ചെയ്യരുത്, നടക്കരുത്. അതാണ് സൂക്ഷിക്കേണ്ടത്. ജമാഅത്താകുമ്പോൾ തടയൂല. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ തടയുക. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ് മുമ്പ് കൂടി ക്രോസ് ചെയ്യുമ്പോൾ തടയുക. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മുമ്പ് കൂടെ അപ്പം ഇമാമില്ല. ഇമാം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇമാം ഇല്ലെങ്കിലാണ് ഈ മുമ്പ് കൂടി നടക്കരുത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ സഫ് ക്രോസ് ചെയ്യാതെ കഴിയൂലല്ലോ ഒരിക്കലും, സൈഡിൽ നിൽക്കുന്ന ചങ്ങാതിക്കല്ലാതെ.
വേറെ ഏതെങ്കിലും വഴിയുടെ വഴി പോകാൻ പക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരിക്കലും. താണോ പോലെ പൊന്തിപ്പോറ്റം വേണം. എന്നിരുന്നാലും വിഷയം നമ്മൾ അവസാനം പറഞ്ഞ ഈ സഫിൻ്റെ കൂടെ പോകുന്നതായി പോകരുത്. നിസ്കാരത്തിലെ ഖുശൂ ആണ് വിഷയം. പ്രത്യേകിച്ച് 5 നേരത്തെ നിസ്കാരം, അതിനിടയ്ക്കുള്ള എല്ലാ തെറ്റിനും പരിഹാരം. റസൂലുള്ള പറഞ്ഞത് എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തിലാണ്. ബിലാലെ റാഹത്തെടുക്കാൻ വേണ്ടി വിളിക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ നിങ്ങളൊക്കെ ഒരു മനസ്സിലുള്ളൊരു ചിന്ത, നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ശരിക്കും ഒരു കൺകുളിർമ നിസ്കരിച്ചെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു നിസ്കാരം അല്ല നിസ്കരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാലോ പ്രയാസപ്പെട്ടാലോ അന്ന് നമ്മൾ അള്ളാഹിനോട് കരഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ടാവും. ആ നിസ്കാരത്തിൻ്റെ ഖുശൂ എന്താണെന്ന് അറിയാം, മറ്റയാൾ മരിച്ചോണ്ടാ. നിസ്കാരത്തിനുള്ളൊരു മഹബത്ത് കൊണ്ടല്ല. അതേ ആളിന് 2 ദിവസം കഴിഞ്ഞാൽ ആളെ കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് കുറേ സുന്നത്തൊക്കെ ഉണ്ട്, പരിഹാരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി ക്ലാസ് കേട്ട് ഒന്നിച്ച് ചെയ്യുന്നതിന് പകരം അള്ളാഹ്ക്ക് ഇഷ്ടം കുറച്ച്, അത് സുന്നത്താട്ടോ, ഫർളല്ല, അതെല്ലാം ചെയ്യണം. കുറച്ച് ചെയ്യുക, അത് പതിവാക്കുക, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇനിയിപ്പോൾ റമളാനൊക്കെ വരികയാണ്. നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ കൂലി അധികം കിട്ടുന്ന കാര്യമാണ്. പരമാവധി അധികരിപ്പിക്കുക, ദുആയൊക്കെ അധികരിപ്പിക്കുക. ഇനി അടുത്ത ആയത്ത് ഫഇൻ ഖിഫ്തും, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഭയപ്പെട്ടെങ്കിൽ, ഫരിജാലൻ, ആ സമയത്ത് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നടക്കുന്ന ആളുകളായിക്കൊണ്ടും, ഔ അല്ലെങ്കിൽ റുക്ബാന, വാഹനത്തിൽ പോകുന്ന ആളുകളായിക്കൊണ്ടും, അഥവാ വാഹനത്തിൽ കയറി സഞ്ചരിക്കുന്നവരായിക്കൊണ്ടും, ഫഇദ അമിൻതും, എന്നിട്ട് നിങ്ങൾക്ക് നിർഭയത്വം കിട്ടിക്കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാ, അള്ളാഹനെ നിങ്ങൾ ഓർക്കണേ, കമാ അല്ലമക്കും, അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ, മാലം തക്കൂനു തഅലമൂൻ, നിങ്ങൾ പിന്നെ അറിയാതിരിക്കുന്ന സമയത്ത്, അഥവാ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ആ സമയത്ത് അള്ളാഹ് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അള്ളാഹനെ നന്നായിട്ട് ഓർക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിശദീകരണം തന്നു കഴിഞ്ഞതാണ്. ഈ നിസ്കാരമൊക്കെ ഖുശൂആയി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയാണ്, നിങ്ങൾക്ക് ഭയപ്പെടുകയാണെങ്കിൽ പിന്നെ നിസ്കാരം നടന്നിട്ട് വാഹനത്തിൽ, ഇത് ഏത് സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? യുദ്ധ സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഖിബിലക്ക് മുമ്പിൽ ശത്രു വരുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയായിരിക്കും. അപ്പോൾ ഇമാമും ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം ഇമാമ 2 സഫായിട്ട് നിർത്തും. ഒരു സഫ് ഇമാമിൻ്റെ കൂടെ എല്ലാവരും നിസ്കരിക്കും. അപ്പം ശത്രുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയും ചെയ്യും. റുക്കൂ പോകുമ്പോൾ, അതിന് സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു സഫയെ സുജൂദ് ചെയ്യും. ബാക്കത്തെ ടീം എന്ത് ചെയ്യും? കാവൽക്കാരായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് മറ്റവരെന്ത് ചെയ്യുന്നത്. ഇനി ശത്രു ബാക്കിലാണെങ്കിൽ ഒരു ടീം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക. ഇതിങ്ങനെ മാറി വരിക ചെയ്യുക. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ യുദ്ധം ശക്തമായി വരിക. അപ്പോൾ യുദ്ധങ്ങളൊക്കെ ആദ്യം ആരംഭിക്കൽ, ഈ ബദർ യുദ്ധമൊക്കെ ആരംഭിക്കുന്നൊക്കെ എങ്ങനെയായിരിക്കും? ആദ്യം ഒരാളും ഉറങ്ങും, പിന്നെ രണ്ടാളും ഉറങ്ങും, പിന്നെയാണ് യുദ്ധം എന്ത് ചെയ്യുക? കൊടുമ്പിരി കൊള്ളുക. എല്ലാ നിലക്കും തിരിച്ചും മറിച്ചുള്ള യുദ്ധം വരിക. ആ സമയത്തൊക്കെ അങ്ങനെ എന്തവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിലും നടന്നിട്ടും വാഹനത്തിൽ കയറിയിട്ടും ഓടിച്ചാടി ഏത് നിലക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിസ്കരിക്കാം. അപ്പോഴും എന്തൊഴിവാക്കാൻ പാടില്ല? നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. എന്നിട്ട് ഫഇദാ അമിൻതും, അതൊക്കെ കഴിഞ്ഞ് സമാധാനമായാൽ, നിർഭയരായാൽ, ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് അള്ളാഹനെ നിങ്ങൾ വല്ലാതെ എന്ത് ചെയ്യണേ? നിങ്ങൾ ഓർക്കണേ. നിങ്ങൾക്ക് പിന്നെ അറിയില്ലാത്ത ആ സമയത്തും ആ നേരങ്ങളിലും ആ കാര്യങ്ങളും ഒക്കെ അള്ളാഹ് നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചോ ആ നിലക്ക് അള്ളാഹനെ ശരിക്കും സ്മരിക്കണേ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവ്യക്തതയില്ലല്ലോ, നേരത്തെ വിശദീകരണം തന്നെയാണ്. ഇനിയും അല്ലാഹു തആല നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ നമ്മളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരിക്കുന്ന ആളുകൾ, മരണപ്പെട്ടു പോകുന്ന ആളുകൾ. കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്ത ഇനി അകത്തുണ്ടോ? പറഞ്ഞല്ലോ, അത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ ആ നിലക്ക് അള്ളാഹിനെ ഓർക്കുക. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, വയദറൂന അസ്വാജ, ഇണകളെ ഒഴിവാക്കുന്ന ഭാര്യമാരെ ഒഴിവാക്കിക്കൊണ്ടു പോകുന്ന ആളുകൾ, വസിയ്യത്തൻ, വസിയ്യത്ത് കൊടുക്കണം, ലി അസ്വാജിഹിം, ആ ഭാര്യമാർക്ക്, മതാഅൻ, ഒരു വിഭവം അഥവാ ഒരു ജീവിത സുഖം. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ത്വലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന് മത്താഴ് കൊടുക്കണം, ഒരു മുത്തഅത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മരണപ്പെടുന്ന പെണ്ണുങ്ങൾ, മരണപ്പെടുന്ന ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാരുടെ
ഭാര്യമാർ അവർ ജീവിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വസിയത്ത് എഴുതി വെക്കണം. എന്താണ് വസിയത്ത്? ലി അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാർക്ക് മതാഅൻ, ഒരു വിഭവം, ഇലൽ ഹൗലി, ഒരു കൊല്ലത്തേക്കുള്ള വിഭവം, ഗൈറ ഇഖ്റാജ്, അവരെ പുറത്താക്കാത്ത നിലക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വസിയത്ത് എഴുതി വെക്കുകയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കൊല്ലത്തേക്ക് ഇവിടെ ജീവിക്കുന്നതിനൊരു പ്രശ്നമില്ല, അവൾക്ക് പിന്നെ എല്ലാ ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ചെലവ് എന്ത് ചെയ്യണം, ഇവിടെ കിട്ടണം എന്ന് എഴുതി വെക്കണം. ഗൈറ ഇഖ്റാജ്, പുറത്താക്കാൻ പറ്റില്ല. ഭാര്യയുടെ ഇദ്ദ എത്രയാണ്? ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണം. ഈ ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോന്ന് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും ഈ പെണ്ണുണ്ടാകുക. ഇപ്പൊ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോ എന്ന് പറയരുത്. അങ്ങനെ പറയാതിരിക്കാൻ മുത്തഅത്ത് ഒരു കൊല്ലത്തേക്കുള്ള മുൻകൂട്ടി ശേഖരിച്ചു വെക്കണം. ഫഇൻ ഖറജ്ന, ഇനി അവർ പോയാൽ 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ട് അവർ പോകുകയാണ്. ഈ പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വേറെ കല്യാണം കഴിഞ്ഞിട്ട് പോകും, അവർക്ക് ഈ വീട്ടിൽ നിന്ന് അവരെ വീട്ടിക്കോ എന്തോ ആയിക്കോട്ടെ, അവർ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ പ്രശ്നമില്ല. ഫീമാ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫീ അൻഫുസിഹിന്ന, അവരുടെ വിഷയത്തിൽ, ബിമഅറൂഫ്, നന്മ, അവരുടെ വിഷയത്തിൽ ഏതെങ്കിലും നന്മയോ മര്യാദ പ്രകാരം ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. വല്ലാഹു, അള്ളയാണ്, അസീസുൻ, പ്രതാപശാലിയാണ്, ഹക്കീം, അഗാധ ജ്ഞാനിയുമാണ്. അല്ലാഹു തആല എല്ലാം അറിയുന്നവനുമാണ്. ഇതിന് പണ്ഡിത ലോകത്ത് ഒരു ചർച്ച വന്നൊരു വിഷയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഭാര്യ ജീവിച്ചിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഒരു വസിയത്ത് ഉണ്ടാകും, ഒരു കൊല്ലത്തേക്ക് അവൾക്കെല്ലാം വിഭവം എന്ത് ചെയ്യണം, ഇവിടെ കിട്ടണം, കൊടുക്കണം. 4 മാസം 10 ദിവസം അവർ പുറത്താക്കാൻ പാടില്ല. അവൾക്ക് വേണമെങ്കിൽ പോകാം, വേണമെങ്കിൽ ഒരു കൊല്ലം ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടത്തേക്ക് തന്നെ ഇരിക്കാം. ഈ ആയത്തിന് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഈ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇറങ്ങിയൊരു ആയത്താണിത്. എന്നാൽ പെണ്ണിൻ്റെ സ്വത്തോഹരി നിയമം വന്ന അനന്തര സ്വത്ത്, പെണ്ണിന് 4-1 കിട്ടുന്നതും പിന്നെ 8-1 കിട്ടുന്നതും രീതി വരും ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക്. ഈ അനന്തര സ്വത്ത് കിട്ടിയതിന് ശേഷം ഈ നിയമം പ്രാബല്യത്തിലില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിശദീകരിക്കാൻ കാരണം അമാനിയോട് തഫ്സീർ ബേസിനെങ്കിൽ ഒരു എക്സാം വരും, ഇതിൽ ചർച്ചയാണ് പറയുന്നത്. ഈ അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആയത്തുകളൊക്കെ നാസിഖ് മൻസൂഖ് മുമ്പ് പറഞ്ഞതാണ്. ചില ആയത്തുകൾ മൻസൂഖായി പോകുന്നൊക്കെ. അങ്ങനെ ഈ ആയത്ത് മൻസൂഖാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ. എന്നാൽ വേറെ ചില മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത് ഇതങ്ങനെ മൻസൂഖാക്കപ്പെട്ട ആയത്തൊന്നുമല്ല. കാരണം 2 ആയത്തുകൾ തമ്മിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യത്തെ വിധിക്ക് നേരെ ഓപ്പോസിറ്റ് വിധിയൊക്കെ ആയിരിക്കും വേറെ വരിക. അപ്പോഴാണ് ആദ്യത്തെ വിധി എന്ത് ചെയ്യുക, തടയപ്പെടുക അല്ലെങ്കിൽ മൻസൂഖാക്കപ്പെടുക. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഉദ്ദേശിക്കുന്നത് 4 മാസവും 10 ദിവസം അവൾ നിർബന്ധമായിട്ടും ഇരിക്കണം. ഇനി അവക്ക് വേണമെങ്കിൽ 4 മാസം 10 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി 7 മാസമോ 20 ദിവസം വേറെ ഉണ്ടാവുമല്ലോ, ആ വേണമെങ്കിൽ ഇരിക്കാം. ആ സമയത്ത് അവൾക്ക് എന്ത് ചെയ്യാം, ഈ സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്താം. ഇനിയല്ല അവൾ വേറെ പോകുകയാണ്, അവൾക്ക് അനന്തര സ്വത്ത് കിട്ടിയിട്ടുണ്ട്, ആ വിഹിതമൊക്കെ കൊണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് അവളെ വഴിക്ക് വേറെ ഭർത്താവിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അത് പോയിക്കോട്ടെ എന്നേ ഉള്ളൂ. അല്ലാതെ ഈ അനന്തര സ്വത്ത് വരുമ്പോഴത്തേക്ക് ഈ നിയമം തീരെ പറയാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഇല്ല എന്ന്, അതാണ് കുറച്ചും കൂടെ പിന്നെ സ്വീകാര്യത എന്ന് തോന്നുന്ന രീതിയിലുള്ള അഭിപ്രായം. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളോ കെട്ടിക്കൊടുക്കുകയില്ല. നമ്മുടെ നാടുകളിലൊക്കെ നടക്കലുമുണ്ട്. ഭർത്താവ് മരിച്ചു, ഭാര്യ യുദ്ധ കഴിഞ്ഞാൽ പോകുന്ന പെണ്ണുണ്ട്, കുറെ ആ സമയത്ത് അവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഏതാണോ ആ സന്ദർഭം പോലെ അതിനനുസരിച്ച് ചെയ്യാം. ഇവിടൊക്കെ സ്ത്രീയെ സംരക്ഷിക്കുകയാണ്, അവരെ പുറത്താക്കാൻ പാടില്ല. 4 മാസവും 10 ദിവസം കഴിഞ്ഞാൽ ആ ഭർത്താവ് മരിച്ചില്ല, ഇനി നീ നിന്റെ ബൈക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആരും ആ പെണ്ണിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യരുത്, ഇടപെടരുത്. അവൾക്ക് എപ്പോഴും സേഫ് കൊടുക്കുകയാണ് ഇസ്ലാം എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ആയത്ത് വരുന്നുണ്ട്, ജ്യേഷ്ഠനജന്മാർ വീട്ടിലുണ്ട്. ജ്യേഷ്ഠനജന്മാർ നിൽക്കുന്ന വീടിനെ പറ്റിയല്ല ചർച്ച, ഭർത്താവും ഭാര്യയും താമസിക്കുന്ന ഭർത്താവിൻ്റെ വീടിനെ പറ്റിയാണ് ചർച്ച. ഈ
ഒരാളുടെ പിതാവിന്റെ സ്വത്ത് ഊരി വെച്ചിട്ടില്ല, പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ഈ മകൻ മരിച്ചു, ആ സമയത്ത് അനന്തര സ്വത്തിന്റെ ഭാഗത്തേക്ക് ഈ ആയത്ത് പോയിട്ടില്ല. ഇനി അനന്തര സ്വത്തിന്റെ വിഷയം എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ള അറിവ് എനിക്കില്ല, അത് ചോദിച്ച് പഠിച്ചിട്ടേ പറയൂ. ഇത് വസിയത്താണ് തീർച്ചയായും. മകന്റെ ഭാര്യ മരിച്ചു, മകൻ മരിച്ചു, അപ്പൊ ഇപ്പുണ്ട് ആ ഇപ്പാക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് അവരുടെ മുതലുണ്ടല്ലോ. മകൻ മരിച്ചു, അപ്പം മകന്റെ ഭാര്യ അനന്തരാവകാശത്തിന് അവകാശിയല്ല. ആ സമയത്ത് അനന്തരാവകാശത്തിന് അത് പിന്നെ വേറെ വിഷയമല്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് മകൻ മരിച്ചു, ബാപ്പാക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ ആയത്തിലെ ചർച്ച ഭർത്താവ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കെ നമ്മൾ ചെയ്യുന്ന വസിയത്താണ്, നമ്മൾ ചെയ്യേണ്ട വസിയത്താണ്. അതിൽ പറ്റുള്ളൊരു ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റേത് വേറെ വിഷയമാണത്. ഭർത്താവിൻ്റെ ഉപ്പാക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും, അത് ഏത് നിലക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ മറ്റുള്ള മക്കൾ വസിയത്തിൻ്റെ ആയത്തുകൾ നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു കുറച്ചു മുമ്പ്. ഈ വസിയത്തിൽ നീതി കേട് വന്നാൽ വസിയത്ത് മാറ്റേണ്ടത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് മുമ്പ് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അള്ളാഹു ആയാലും കാസിംക നിങ്ങൾ ചോദിച്ച ഈ വിഷയം, പിന്നെ ഇത് ഭർത്താവ് ജീവിച്ചിരിക്കെ നമ്മളെ ഭാര്യമാർക്ക് സേഫ് കിട്ടാൻ വേണ്ടി പറഞ്ഞൊരു വിഷയമാണത്. ഈ മറ്റേതുണ്ടല്ലോ കൂട്ടുകുടുംബം, നമ്മൾക്ക് എപ്പോഴും സങ്കല്പിക്കുന്നത് ഈ പുറത്താക്കരുത്, നമ്മൾ തറവാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ള രീതിയാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഭർത്താവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തറവാട് വീടല്ല ഉദ്ദേശിക്കുന്നത്. അത് ഭർത്താവും ഭാര്യ മക്കളൊക്കെ ജീവിക്കുന്ന വീട്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളും എന്താ ചോദ്യം സ്ത്രീകൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. ചോദിച്ചത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 4 മാസം 10 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ഇല്ല, അവിടെ ഇസ്ലാം പെണ്ണിന് അവകാശം കൊടുത്തിട്ടേ ഉള്ളൂ. പെണ്ണിന് വേണമെങ്കിൽ പോകാം, വേണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. നമ്മൾ പുറത്താക്കരുത്. ഇജെന്താ പോവാത്ത, എന്താ ഇജ് ഇന്ന് പോയിട്ട് നാളെ എപ്പോൾ വരിക എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ. ഈ ആ നിലക്ക് സൂചന കൊടുക്കൽ ഒന്നും പാടില്ല. പെണ്ണിന് സേഫ് കൊടുക്കുക. നിങ്ങളിത് വായിച്ചു നോക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അനന്തര സ്വത്ത്, ഞാൻ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ഇൽമ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഞാനില്ല എന്നല്ല, ആ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ കൈമാറ്റം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് അറിയുന്ന ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കലുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത മേഖല ഞാൻ കൈവെക്കാത്തത്. ഇത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് പഠിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ വല്ലാഹു, അള്ളയാകട്ടെ അസീസുൻ ഹക്കീം, അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ്, പ്രതാപശാലിയുമാണ്. ഇത്രേ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. വലിൽ മുത്തല്ലഖാത്തി, ഇനി മുത്തല്ലഖാത്തുകൾക്കുണ്ട്, ത്വലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിനുണ്ട് മതാഉൻ, ഒരു വിഭവം, ബിൽ മഅറൂഫ്, മര്യാദ അനുസരിച്ച്, ഒരു ആചാരം അനുസരിച്ച് ഒരു മുത്അത്ത്, ഒരു വിഭവം അവൾക്കുണ്ട്. ഹഖൻ, അതൊരു ബാധ്യതയാണ്, ഒരു കടമയാണ്. അലൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ മേൽ. തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിരുന്നു, ഇത് ഒരു മുഅ്മിനീങ്ങളുടെ മേൽ, അല്ലേ, അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ മേലുള്ള ഹഖൻ അലൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ ഒരു ബാധ്യതയാണിത്. എന്ത്? ത്വലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിന് ഒരു വിഭവം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ചർച്ച, പിന്നെ മഹറുണ്ട് കല്യാണത്തിന്, ഇത്രയാ മഹർ എന്ന് നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ ലൈംഗിക ബന്ധം നടന്നിട്ടുമില്ല, അതിനു മുമ്പേ ത്വലാക്ക് ചൊല്ലി ഒരു പെണ്ണിന്, അവൾക്ക് എന്താ കൊടുക്കേണ്ടത്? മഹറല്ല, പിന്നെ ആ ഒരു മുത്തഅത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. മഹർ നിശ്ചയിച്ചു, ബന്ധം നടന്നിട്ടുമില്ല, അവൾക്ക് മഹറിന്റെ എന്ത് കൊടുക്കണം? പകുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹ് ഇതൊന്നും പറയാതെ ത്വലാക്ക് ചൊല്ലപ്പെട്ട ഏത് പെണ്ണിനും, ഫലിൽ മുത്തല്ലഖ, ത്വലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിനുണ്ട് മതാഉൻ, ഒരു വിഭവം കൊടുക്കണം, ബിൽ മഅറൂഫ്, ഒരു സദാചാര മര്യാദ പ്രകാരം, ഹഖൻ അലൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളുടെ മേലെ ഒരു ആചാര ബാധ്യതയാണ്. നരകം കിട്ടുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഹറാം നിർബന്ധമാണെന്നൊന്നല്ല പറയുന്നത്. ഇതെന്താണ്? ഒരു ഹക്കാണത്. ഇത് 3 വ്യാഖ്യാനം ഉണ്ട്. ഒന്ന്, പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാം, നേരത്തെ പറഞ്ഞൊരു വിഷയം, അഥവാ നമ്മൾ ഈ മഹർ നിർണയിക്കപ്പെട്ട ആളുകൾ, മഹർ നിർണയിക്കപ്പെടാതെ ബന്ധം നടക്കാത്ത ത്വലാക്ക് ചൊല്ലപ്പെട്ട നിർബന്ധമായി കൊടുക്കേണ്ട ഒരു മുത്തഅത്തുണ്ട്. മഹർ നിർണയിക്കപ്പെട്ടാൽ പകുതി, എന്നിട്ട് അവിടെ ആ നിലക്ക് ഒന്ന് ചെയ്യുക.
ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർക്കും നിർബന്ധ ആയതായിട്ടുള്ള മുത്തഅത്തുണ്ട്, നിർബന്ധം അല്ലാത്തത് ഐച്ഛികമായിട്ടുള്ളതുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് പെണ്ണും ത്വലാഖ് ചൊല്ലപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ഇത്രയും ടൈം ചെലവഴിച്ച പെണ്ണല്ലേ, ആ നിലക്ക് അവൾക്ക് എന്ത് കൊടുക്കണം? ഒരു വിഭവം കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിലെ ത്വലാഖ് പറഞ്ഞു, ഈ 3 ആർത്തവ ശുദ്ധികാലം ഇദ്ദയിരുന്ന പെണ്ണ് എന്നിട്ട് പിരിയാൻ പോവുകയാണ്. ആ പിരിയുമ്പോൾ ഈ ഒരു ഗിഫ്റ്റും ഈ മുത്തഅത്തും കിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. നമ്മൾ ഇസ്ലാമിൽ ശരിക്കും ഈ കോടതി കയറിയിട്ടില്ലാത്ത കേസുകളും വലിയ നഷ്ടപരിഹാരങ്ങളും ഇവനാണെങ്കിൽ വേറെ നിലക്കും ഇങ്ങനൊന്നും ഇസ്ലാമിൽ വിഷയം ഉണ്ടാകൂല. ഈ നിലക്ക് ചെയ്യാം. ഇതിൽ ഈ വിഷയത്തിൽ കൈകടത്താനാണ് അമ്മാനിയുടെ തഫ്സീർ അന്ന് എഴുതുമ്പോൾ ഈ ഏക സിവിൽ കോഡിനെ പറ്റി ഇന്ന് ചർച്ച ചെയ്യുന്ന അതേ വിഷയം ഇതിലിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. എന്നാണ് ഈ കേസ് പൊന്തിയത്, ആ ചർച്ച അമാനിയർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ സംരക്ഷകരായിട്ട് ഈ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ നടുറോഡിൽ ഇരുത്തിയിട്ട് ധർണ നടത്തുന്ന ആൾക്കാരുണ്ട്, കോടതിയിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ഇത്രത്തോളം സ്ത്രീകൾക്ക് സേഫ് കിട്ടിയ വേറൊരു മതവും ഇല്ല. ഈ പറയുന്ന ആൾക്കാരും പറയുന്ന വിഭാഗങ്ങളൊക്കെ അവരെ മതവും അവരെ ടീമിലെ പെണ്ണ് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അതിൻ്റെ 100% പോയിട്ട് ഇസ്ലാമിൽ ഒരു പെണ്ണ് അടിച്ചമർത്തപ്പെടുക എന്നോ ഇനി ത്വലാഖ് ചൊല്ലപ്പെടുന്ന പെണ്ണ് പോലും അവൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി എന്നതല്ലാത്ത ഒന്നുമില്ല. ഒന്നുകിൽ ആ പെണ്ണ് ചെയ്ത തെറ്റ് കൊണ്ടായിരിക്കും ഇനി ആ ഭർത്താവ് ത്വലാഖ് ചെല്ലുന്നത്. അതെന്തിനാ? അവൾക്കും ഖൈറ. ഒരു പെണ്ണൊരു മോശപ്പെട്ട തെറ്റ് ചെയ്ത് ഭർത്താവിന് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നില്ല, അല്ലെ ഭർത്താവ് ചെയ്ത് പെണ്ണിന് പൊറുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ ജീവിച്ചിട്ട് മാനസികമായിട്ട് വെറുക്കുന്നതിൽ നല്ലത് മാന്യമായിട്ട് എന്ത് ചെയ്യലാണ്? പിരിയല. അള്ളാഹു അവൾക്ക് ഇതിനേക്കാൾ ഖൈർ കൊണ്ട് കാണിച്ചിട്ടുണ്ടാകും. ഇയാളേക്കാൾ ഖൈർ അവൾക്ക് വേറെ കൊടുക്കും, അവളേക്കാൾ ഖൈർ ഇയാൾക്ക് വേറെ കൊടുക്കും. സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, ഫ്രീഡം കൊടുക്കുകയാണ്. നരകിച്ച് ജീവിക്കുന്നൊരു പണി ഇസ്ലാമിലില്ല. അങ്ങേയറ്റം വരെ പോകാൻ നോക്കും. എന്നെങ്കിൽ മാന്യമായി ജീവിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് എന്ത് ചെയ്യുക? പിരിയ. ഇതാണ് ഇസ്ലാമിലെ വിവാഹ ജീവിതവും ഇസ്ലാമിലെ ത്വലാഖും. ത്വലാഖ് ചൊല്ലാതിരിക്കാൻ അള്ളാഹ് ഒരുപാട് വഴി പറഞ്ഞു തന്നു. അതൊക്കെ കടന്നിട്ടും ജീവിതം മുമ്പോട്ട് പോകുന്നില്ലെങ്കിലാണ് ത്വലാഖ്. അങ്ങനെ ത്വലാഖ് ചൊല്ലി പോകുമ്പോഴും ആ പെണ്ണിന് ഒരു സമ്മാനം കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെ ആണിന് ഇവിടെ സഹിച്ചതിന് ഇങ്ങോട്ട് സമ്മാനം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവക്ക് സമ്മാനം കൊടുക്കാനാ. എന്താ വെച്ചാൽ എന്ത് വന്നു കഴിഞ്ഞാലും ദുർബലർ ആരാണ്? സ്ത്രീ ആയിരിക്കും. അവരാണ്. ആണ് എന്തും വേറെ ഏത് നിലയിലേക്കും പോകാം, പക്ഷെ ആ പെണ്ണിനെ പരിഗണിക്കണം എന്ന നിലയ്ക്ക് ഇസ്ലാം പറയാണ്. കദാലിക, അപ്രകാരം, യുബയ്യിനുല്ലാഹു, അല്ലാഹു തആല നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, ആയാത്തിഹി, അവൻ്റെ ആയത്തുകൾ, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നോരോന്ന് എന്ത് ചെയ്തു? വിവരിച്ച് തന്നു കഴിഞ്ഞു. നിങ്ങളതെന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിയാണ് മന ഒപ്പിടുകയല്ല പറഞ്ഞത്. ഇത് നമ്മളെന്ത് ചെയ്യണം? പഠിക്കണം. ഇസ്ലാമിലെ ശിക്ഷാവിധികളുണ്ട്, സിവിൽ നിയമങ്ങൾ, ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങളുണ്ട്, ഇതുപോലത്തെ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഓരോന്നോരോന്നെന്തുണ്ട്? പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിനുള്ള മഹബത്ത് കൂടുക. ഒരാൾ ഇസ്ലാമിനെ പറ്റി ചോദിച്ചാൽ, അല്ലേ, ചില ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് നീ ഇസ്ലാമിനെ പറ്റി ഒരാളോടും പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല ഇസ്ലാമിനെ പറ്റി പറയാൻ. നമുക്ക് ഒറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതി ഇസ്ലാമിക ദഅവത്ത് തുടങ്ങാൻ. ഇസ്ലാമിൽ നീ കാണുന്ന തെറ്റെന്താ? ഒരു അമുസ്ലിമിനെ കാണുമ്പോൾ നമ്മൾ മാന്യമായിട്ട് ചോദിക്കുക, നീ ഇസ്ലാമിൽ കാണുന്ന തെറ്റെന്താ? അപ്പോൾ പറയും, ഇസ്ലാമിൽ പെണ്ണുങ്ങളെങ്ങനെ ത്വലാഖ് ചെല്ലണ്ടേ, അത് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ടേ. അല്ലേ, ഈ നിയമം എപ്പോഴാണ് വരുന്നതെന്നറിയോ? അറബികൾ പണ്ട് ജാഹിലിയത്തിൽ പെണ്ണുങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഇന്ന് ത്വലാഖിലും നാളെ തിരിച്ചു കൊടുക്കും, നാളെ പിന്നെയും ത്വലാഖിലും മറ്റേ തിരിച്ചു കൊടുക്കും. ഇവളെ കയ്യിൽ നിന്ന് വിട്ട് ഇവൾക്ക് ഫ്രീഡം കൊടുക്കൂല, എന്നാൽ ഇയാളെ കൂട്ടത്തിൽ ജീവിക്കുകയില്ല. നമ്മൾ പറയല്ലേ, പശുവിൻ്റെ തൊഴുത്തിൽ പട്ടി കയറി കഴിഞ്ഞാൽ, ആ പട്ടി കയറി കഴിഞ്ഞാൽ പശു പുല്ല് തിന്നുമ്പോൾ പട്ടി അടങ്ങാറാക്കും, എന്നാൽ പട്ടി പുല്ല് തിന്നു ഇല്ല, പട്ടി പുല്ല് തിന്നൂല, എന്നാൽ പശുവിനെ തിന്നാൻ സമ്മതിക്കോ? ഇല്ല. ഇതുപോലെ പണ്ട് അങ്ങനെയായിരുന്നു. പെണ്ണിനെ ഫ്രീഡം കൊടുക്കൂല, പുറത്ത് വിട്ടു കൊടുക്കൂല, ഇയാൾ പിടിച്ചു വെക്കും, ഇങ്ങെടുക്കും, എന്നാൽ ഇയാൾ ഭാര്യയായിട്ട് ഉപയോഗിക്കുകയില്ല. ഈ സമയത്താണ് പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം എന്ത് ചെയ്തത്? രണ്ടു കൂട്ടർക്കും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയാം എന്ന നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇദ്ദ, ഒരു കൊല്ലം ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ഇസ്ലാം എത്രത്തേക്ക് ചുരുക്കിയത്?
4 മാസവും 10 ദിവസത്തിലേക്കും ചുരുക്കിയത്. അതുപോലെ തന്നെ മെൻസസ്കാരിയായ ഒരു പെണ്ണിനെ അകറ്റി നിർത്തുമ്പോൾ ഭൂമി തൊട്ടാൽ അവിടം വരെ അശുദ്ധ എന്ന് പറയുന്ന ആ സമയത്താണ് ഇസ്ലാം എന്ത് ചെയ്തത്? ഇല്ല, അവക്കൊരു കുഴപ്പമില്ല, ആ സമയത്ത് ഇന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. ഇസ്ലാം എല്ലാ സ്ഥലത്തും അല്ലെ കുഴിച്ചു മൂടുന്ന സമയത്താണ് ഈ പെണ്ണ് എന്ത് ചെയ്യേണ്ട പെണ്ണാണ്, ജീവിക്കേണ്ട പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് ജാഹിലിയത്ത് ഇസ്ലാം മോചിപ്പിച്ചത്. അതേ ഇസ്ലാം തന്നെയാണ് ഇന്നും എന്ത് ചെയ്യുന്നത്? പെണ്ണിൻ്റെ നഗ്നത പ്രദർശിപ്പിച്ചിട്ട് ആ ഔറത്ത് കാണിച്ചിട്ട് പെണ്ണിനെ അങ്ങനെ ഒരു മാർക്കറ്റിൽ ചരക്കാക്കി എന്നിട്ട് നിശ്ചിത പ്രായം കഴിയുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണിൻ്റെ മൂലയിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടല്ല, ഇവളുടെ ശരീരം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, മാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഇസ്ലാം എന്ത് ചെയ്തത്? മാറ്റിയത്. ഈ നിലയിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോരുത്തർക്കും ഇസ്ലാം അവർക്ക് കൊടുത്ത അവകാശങ്ങളുണ്ട്, ഇസ്ലാം അവർക്ക് കൊടുത്ത പരിഗണനകളുണ്ട്, ഇസ്ലാം എന്തുകൊണ്ട് അടങ്ങി ഒതുങ്ങി നടക്കണം എന്ന് പറയുന്നതുണ്ട്, എന്തുകൊണ്ട് ശരീരം മറക്കണം എന്ന് പറയുന്നതുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. ഒറ്റൊരു ചോദ്യം ചോദിച്ചാൽ ഇസ്ലാമിലെ തെറ്റെന്താ? അപ്പോൾ അവർ പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കുമ്പോൾ ദായിയായിട്ട് നിങ്ങൾ മാറും, ഇസ്ലാമിക പ്രബോധകനായിട്ട് മാറും. അത് മാറണം, അതാണ് ചെയ്യുക. പഠിക്കുകയും വേണം. അല്ലാതെ ഒരു വാട്സപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നൊരു ചോദ്യം കേട്ട് അത് നേരെ ഉസ്താദിനോട് മറച്ചിട്ട് കൊടുക്കുക. അല്ല, ഇത് നിങ്ങൾ പോയി പഠിച്ച് അത് വായിക്കാൻ തന്നെ 10-5 മിനിറ്റ് വേണ്ടി വരും. ഇയാൾ 1 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഫോർവേഡാക്കി. ഇതൊക്കെ പഠിച്ചു കൊടുത്താൽ ഇയാൾ വായിച്ചു നോക്കില്ലേ, നേരെ അങ്ങോട്ടാക്കി. അല്ലേ, ഇങ്ങനത്തെ ദഅവത്തല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുക. ഇന്നിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഈ എപ്പോഴും പറയുന്നത്, എപ്പോഴും ആൾക്കാർക്കുണ്ടെന്നൊരു സ്വഭാവമാണത്. ഒന്നും പഠിക്കൂല, ചിന്തിക്കും, ഒന്നുമില്ല. എല്ലാത്തിനും ഉത്തരം പ്രസംഗത്തിലും ഒക്കെ നെറ്റിലുണ്ടാകും, എന്നാലും ഒരു പണി എടുക്കൂല. ആ നിലയിലേക്കല്ല നമ്മൾ പഠിക്കുക, നമ്മൾ ദഅവത്ത് നടത്തുക, ആ രീതിയിലേക്ക് മാറുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹിസ്ബ് അടുത്ത വ്യാഴാഴ്ച ഇൻഷാ ചെയ്യും.